ഹായ്, ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിൽ പൂജയാണ്. എല്ലാ മാസം പൂജ നടത്താറുണ്ട്. അപ്പോൾ ഇന്നാണ് പൂജ. അപ്പോൾ അമ്പലത്തിലേക്ക് പൂജാ സാധനങ്ങൾ കൊണ്ടുവരാൻ, പ്രസാദമൊക്കെ കൊണ്ടുവരാനുള്ള സാധനങ്ങളായിട്ട് പൂജയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും തലേ ദിവസം തന്നെ ഒരുക്കി വെക്കും കേട്ടോ. പൂക്കളെല്ലാം പൊട്ടിച്ച് ചെത്തി, തുളസി, മന്ദാരം, അതിൻ്റെ എതൾപ്പുകളൊക്കെ എടുത്ത് ഇലയിൽ സെറ്റ് ചെയ്ത് വെക്കും. അമ്പലം, അവിൽ, മലര്, ശർക്കര എല്ലാം ക്ലീൻ ചെയ്ത് അതെല്ലാം ഒരുക്കി വെക്കും. പൂജാ സാധനങ്ങളൊക്കെ ഒരാഴ്ച മുമ്പേ റെഡിയാക്കി വെക്കും. അതൊക്കെ നമുക്ക് അപ്പോൾ ചെയ്യുമ്പോൾ വളരെ ഒരു വൈബ്രേഷനാണ്. എല്ലാം ചെയ്യാൻ വളരെ സന്തോഷമുള്ളൊരു ഇതല്ലേ നമുക്ക്. നമ്മുടെ എന്താ പറയുക, ഇതൊക്കെ അല്ലേ ജീവിതത്തിൽ നമുക്കൊരു ഹാപ്പിനെസ് കൊണ്ടുവരുന്നത്. പൂജയ്ക്ക് 7:30 ആകുമ്പോഴേക്കും നമ്പൂതിരി എത്തും കേട്ടോ. അപ്പോൾ പൂജയൊക്കെ തുടങ്ങി. ചില ദിവസങ്ങൾ റിലേറ്റീവ്സ് വരും, അല്ലെങ്കിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. മാസത്തിലൊരിക്കലാണ് ഇവിടെ പൂജ നടത്താറുള്ളത്. കൊല്ലത്തിലൊരിക്കൽ കന്നിമാസത്തിൽ ഇവിടെ പൂജ നടത്തും കേട്ടോ. പാമ്പുംകാവിൽ കന്നിമാസത്തിൽ, അത് കൊല്ലത്തിലൊരിക്കൽ, അല്ലാത്തപ്പോൾ മാസത്തിലൊരിക്കൽ പൂജ നടത്താറുണ്ട്. പ്രസാദമാണ് കേട്ടോ. പ്രസാദം എന്ന് പറയുന്നത് ശർക്കര പായസം, പാൽപ്പായസം, തൃമധുരം, അവിലും മലര് ശർക്കര നേദിച്ചത്, ഉണക്കലരിച്ചോറ്, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രസാദങ്ങൾ കേട്ടോ. ഇതെല്ലാം ഞങ്ങൾ റിലേറ്റീവ്സ് വരാണെങ്കിൽ അവർക്ക് കൊടുക്കും, അല്ലെങ്കിൽ നെയ്ബേഴ്സിന് കൊടുക്കും, ഞങ്ങൾ കഴിക്കും. അങ്ങനെ വീട്ടിൽ നിന്ന് അമ്പലത്തേക്കുള്ള വഴിയാണ് കേട്ടോ. വളപ്പിൽ തന്നെയാണ് ഞങ്ങളുടെ അമ്പലം. വഴിയിൽ ഇങ്ങനെ പോയിട്ട് ഇവിടെയാണ് അമ്പലം വന്നിരിക്കുന്നത്. അമ്പലത്തിൽ ഇപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞു. അമ്പലം ഞങ്ങൾക്ക് ഇവിടെ കാഞ്ഞിരമരം കണ്ടോ, വീരത്തിൽ കണ്ടോ, ഇത്രയും ഉയരത്തിൽ. അതിന് കാഞ്ഞിരമരത്തിൻ്റെ വേര് കാരണം കൊണ്ടേ അവിടെയൊക്കെ വിണ്ട് ഈ സൈഡൊക്കെ അങ്ങനെ വിണ്ട് പോകാം. അപ്പോൾ ഇത് വെട്ടണം എന്നൊക്കെ പറയുന്നത്, പക്ഷെ വെട്ടാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ അമ്പലം. പിന്നെ ഇവിടെ കുളമായിരുന്നു, ഇപ്പോൾ അത് കാട് പിടിച്ച് കിടക്കണം. അതൊക്കെ ക്ലീൻ ചെയ്യണം. അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്താൽ വീണ്ടും ചണ്ടിയൊക്കെ അങ്ങോട്ട് നിറയാണ്. അപ്പോൾ ഒരു ഐശ്വര്യമല്ലേ വീട്ടിലമ്പലം, കാഞ്ഞിരമരവും കുളവും ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നൊരു സമാധാനം. നമുക്കിങ്ങനെ എന്താ പറയുക, ടെൻഷനൊക്കെ ഉള്ള സമയത്ത് അമ്പലത്തിൽ വന്ന് കുറച്ച് നേരമൊക്കെ ഇരിക്കുക. നമ്മുടെ സ്വന്തം അമ്പലത്തിൽ വന്നിരിക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു സമാധാനമാണ് മനസ്സിൽ. എന്താ അമ്പലത്തിൻ്റെ ചുറ്റും നിറച്ച് മരങ്ങളിങ്ങനെ നിൽക്കണ. ഏതൊക്കെ മരങ്ങളാണെന്നറിയില്ല, കാഞ്ഞിരമരം മാത്രമേ എനിക്ക് അറിയുള്ളൂ. പിന്നെ ഇങ്ങനെ നിറച്ച് മരങ്ങളിങ്ങനെ ചുറ്റും ഇങ്ങനെ വൈകുന്നേരങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല ഇഷ്ടം എനിക്ക്. അതിനനുസരിച്ച് കാറ്റും നിറയെ ഇങ്ങനെ തരം പൂക്കൾ ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ വീഴും. ഇതൊക്കെ ഒരു രസമുള്ള ടൈമാണ്. സന്തോഷം സമാധാനമൊക്കെ ഉള്ള നിമിഷങ്ങളാണ് ഇവിടെ വന്നിരിക്കുക എന്ന് പറയുന്നത്. അതാണ് കേട്ടോ വീട്, അവിടെയാണ് വീട്. അത് പൂജ കഴിഞ്ഞിട്ട് അമ്പലത്തിലെ പ്രസാദം